നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം പരാതിയിലും രണ്ടാം പരാതിയിലും ബലാത്സംഗ പരാതിയിൽ രക്ഷപ്പെട്ടുവെങ്കിലും മൂന്നാമത്തെ പരാതിയിൽ കാലിടറി വീണു. അതങ്ങനെയാണല്ലോ, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്ന് പറയുന്നത് പോലെ ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചും ഒരു തവണയായി രണ്ട് തവണയായി നിരന്തരമായി ഹാജരാകാതിരുന്നതോടെ കോടതി തന്നെ ശിക്ഷ വിധിച്ചു. തടവും പിഴയും. കടുത്ത നടപടി സ്വീകരിക്കാൻ കോടതിയെ പ്രേരിപ്പിച്ചത് നിരന്തരമായി കോടതി നടപടികൾ ഷാഫി പറമ്പിൽ അവഗണിച്ചതുകൊണ്ട്. കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. നാളെ ജനുവരി മാസം 28 അതിനിർണായകമായ ദിവസമാണ്. ഷാഫിയെ സംബന്ധിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചും. ഇത്രയും ദിവസം അഴിക്കുള്ളിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള സസ്പെൻസ് നാളെ പൊളിയും. അക്കാര്യത്തിൽ കൃത്യമായൊരു വിധി നാളെ പുറത്തു വരും. എന്താകും എന്നുള്ളത് ഉറ്റുനോക്കുന്നു രാഷ്ട്രീയ കേരളം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു MLA അഴിക്കുള്ളിൽ കിടക്കുന്നത്, അതും ബലാത്സംഗ കേസിൽ അഴിക്കുള്ളിലായിരിക്കുന്നത്. പാർട്ടി നടപടി സ്വീകരിച്ചു എന്ന് പറയുന്നെങ്കിൽ പോലും പാർട്ടിക്ക് വലിയ പ്രതിരോധം തന്നെയാണ് തീർക്കുന്നത്. അതിനിടയിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ MPക്കെതിരെ ദേശീയപാത ഉപരോധത്തിൽ കോടതി ശിക്ഷ വിധിച്ചത്. വലിയ ശിക്ഷയൊന്നുമല്ല എങ്കിൽ പോലും തക്കതായ ഇടപെടൽ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇതൊഴിവാക്കാമായിരുന്നുവെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. പാലക്കാട് ചീഫ് മജിസ്ട്രേറ്റ് കോടതിയാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി MPയുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ദേശീയപാത ഉപരോധത്തിലെടുത്ത കേസിലാണ് കോടതി വിധിയുണ്ടായിരിക്കുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയയിലടക്കം ഷാഫിക്കെതിരെ കോടതി ഇന്ന് വിധി പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ തൊട്ടടുത്ത സെല്ല് ബുക്ക് ചെയ്തുകൊള്ളൂ, ഷാഫിയെയും പിടിച്ചകത്തിടാം എന്നുള്ള രീതിയിലൊക്കെ തന്നെ ഇടത് സൈബർ ഹാൻഡിലുകളിൽ പല പോസ്റ്റുകളും പല കമന്റുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഒരു ദിവസം ഷാഫി പറമ്പിൽ അഴിക്കുള്ളിലാകുമെന്ന് പ്രത്യാശിച്ച ഇടത് നേതാക്കളുണ്ടായിരുന്നു. അടുത്ത കുറ്റി തെറിക്കുന്നു എന്ന രീതിയിൽ പോസ്റ്റുകളും റീലുകളും ഒക്കെ തന്നെ പ്രചരിച്ചു. എന്നാൽ ഏവരും മനസ്സിലാക്കേണ്ടത്, ഇടത് ഹാൻഡിലുകളെ നിരാശപ്പെടുത്തുകയാണ് കോടതി ചെയ്തത്. കാരണം നിലവിൽ ദേശീയപാത ഉപരോധത്തിൽ 1000 രൂപ പിഴയും കോടതി പിരിയും വരെ അവിടെ തടവ് ശിക്ഷയ്ക്കുമാണ് ഷാഫിയെ വിധിച്ചിരിക്കുന്നത്. അതായത് നിരന്തരം കോടതിയിൽ ഷാഫി പറമ്പിൽ എത്താതിരുന്നതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഷാഫിക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. 5 മണി വരെ കോടതി പിരിയും വരെ കോടതി വരാന്തയിൽ നിൽക്കണമെന്നാണ് നിർദ്ദേശം. അതുവരെയുള്ള കടുത്ത ശിക്ഷ മാത്രമേ ഷാഫിക്ക് നൽകുന്നുള്ളൂ. അത് കോടതി നടപടികളെ മാനിക്കാത്തത് കൊണ്ടാണ്, കോടതിയിൽ സമയബന്ധിതമായി ഹാജരാകാത്തത് കൊണ്ടാണ്, കോടതിയുടെ വിലപ്പെട്ട സമയത്തെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയും ഷാഫി പറമ്പിലാണ്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ ഇടതുപക്ഷത്തെ മുഖമായ P. സരിൻ കേസിലെ 9-ാം പ്രതി കൂടിയായിരുന്നു. സരിനാകട്ടെ നേരത്തെ തന്നെ കോടതിയിൽ ഹാജരായി 500 രൂപ പിഴയും കോടതി പിരിയും വരെ തടവിനും ശിക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്നും ഷാഫി പറമ്പിൽ ഹാജരായില്ല. അതുകൊണ്ട് പിഴ തുക ഇരട്ടിയായി ശിക്ഷയും വിധിച്ചു. കഴിഞ്ഞ ആഴ്ച വാറണ്ട് പുറപ്പെടുവിച്ച് ഷാഫിയെ എത്തിക്കുകയായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകരെന്ന് തല്ലി തകർത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചന്ദ്രനഗറിൽ ചെമ്പലോട് പാലത്തിന് സമീപത്തായിരുന്നു 40ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധം നടത്തിയത്. അന്നും പാലക്കാട് MLA തന്നെയായിരുന്നു ഷാഫി പറമ്പിൽ. എന്നാൽ ഇടത് സൈബർ ഹാൻഡിലുകൾ പ്രതീക്ഷിച്ചതുപോലെ ഷാഫിയെ പിടിച്ച് അകത്തിടുകയോ ഒരു രാത്രി ഇരുമ്പറയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയോ ഒന്നും തന്നെ കോടതി ഉണ്ടാക്കിയില്ല. ഇതിലുള്ള അമർഷം പലയിടത്തും കാണുവാനായി സാധിക്കുന്നുമുണ്ട്. അതേസമയം മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചുള്ള ഏറെ നിർണായകമായ ദിനം തന്നെയാണ് വരാനിരിക്കുന്നത്. കാരണം ബലാത്സംഗ കേസിൽ MLAയുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞ ആഴ്ച നീട്ടിയിരുന്നു. തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ആ നടപടി സ്വീകരിച്ചത്. റിമാൻഡ് നീട്ടണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി നൽകിയത്. 3ാമതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ ഈ മാസം 11-ാം തീയതിയായിരുന്നു രാഹുലിനെ കോടതി റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കായിരുന്നു റിമാൻഡ് ചെയ്തത്. ആ കാലാവധി അവസാനിക്കാനിരിക്കെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി നൽകണമെന്ന് SIT കോടതിയോട് അഭ്യർത്ഥിച്ചു. പിന്നീട് അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ച് റിമാൻഡ് കാലാവധി കോടതി നീട്ടി. ഇതിനിടയിലായിരുന്നു രാഹുലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖ പ്രതിഭാഗം ഹാജരാക്കിയത്.
അതിൻ്റെ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. നിലവിൽ മാവേലിക്കര സബ് ജയിലിലാണ് രാഹുൽ ഉള്ളത്. ജാമ്യ ഹർജിയിൽ മേലുള്ള വാദം ഇതിനോടകം പൂർത്തിയായി. ബുധനാഴ്ച ഇതിൽ വിധി പറയും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. MLAയുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്ന നിലപാട് ഇതിനോടകം തന്നെ പ്രോസിക്യൂഷൻ സ്വീകരിച്ചു കഴിഞ്ഞു. പരാതിക്കാരി ക്രൂരമായ പീഡനമാണ് നേരിട്ടതെന്നും സമാന സ്വഭാവമുള്ള മറ്റ് 2 കേസുകളിൽ രാഹുൽ പ്രതിയാണെന്ന കാര്യവും പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. MLAയുടെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുന്ന നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചിട്ടുണ്ട്. പരാതിക്കാരി ക്രൂര പീഡനം നേരിട്ടതുകൊണ്ട്, സമാന സ്വഭാവമുള്ള പ്രതിയായതുകൊണ്ട് ഒരു കാരണവശാലും പ്രതിയെ പുറത്തുവിടരുത്. ഇതിനെ കൂടുതൽ ശക്തമായി എതിർത്തുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ 1-ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനായ ലൈംഗിക കുറ്റവാളി എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നു. ഗർഭിണിയായിരിക്കെ പോലും മൃഗീയമായി തന്നെ പീഡിപ്പിച്ചെന്ന് അതിജീവിത പറയുന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കിയാണ് ഗർഭചിത്രം നടത്തിയത്. പ്രതിക്ക് ജാമ്യം കൊടുത്താൽ അത് തൻ്റെ ജീവന് പോലും ഭീഷണിയാകുമെന്നാണ് പറയുന്നത്. ഇരകളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നയാളാണ് പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. 1-ഓ 2-ഓ അല്ല, രാഹുലുമായി ബന്ധപ്പെട്ട് 10-ലധികം പീഡന കേസുകളെപ്പറ്റി അന്വേഷണ സംഘം നിലവിൽ അന്വേഷണം നടത്തുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്, തെളിവുകളുണ്ടെന്നാണ് നിലവിൽ സൂചന. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1-ാം പരാതിക്കാരി പറയുന്നു, തന്നെ ഭീഷണിപ്പെടുത്തി ചിത്രീകരിച്ച നഗ്ന വീഡിയോ ഇപ്പോഴും രാഹുലിൻ്റെ ഫോണിലുണ്ട്. പ്രതിക്ക് ജാമ്യം കൊടുത്താൽ ആ ദൃശ്യങ്ങൾ പുറത്താകുമെന്ന ഭയമുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നേമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളി. അതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യം നേടിയെടുത്തത്. കേസിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. 3-ാം മാസ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരം അടക്കം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. രാഹുലിന് ജാമ്യം കൊടുത്താൽ കേസിലെ സാക്ഷികളെ അടക്കം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. എന്താകും നാളെ എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.